കേരളത്തിലെ ഈ രാഷ്ട്രീയ യുദ്ധഭൂമിയിൽ നിന്ന് നമ്മൾ നേരെ ഇറാനിലേക്കും ഇസ്രായേലിലേക്കും പോകുന്നു. അവിടെ അതിഭീകരമായ യുദ്ധാവസ്ഥയിൽ സാധാരണക്കാരുടെ ജീവിതം ദുരിതമയമായിരിക്കുന്നു. ഇറാൻ തൊടുത്തുവിട്ട 100-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ തടഞ്ഞിട്ടതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ആക്രമണത്തെ ഫലപ്രദമായി നേരിട്ടതായി ഇസ്രായേലും അമേരിക്കയും വ്യക്തമാക്കി. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും നേതാക്കളെ കൊലപ്പെടുത്തിയതിന് പകരം വീട്ടുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടത്. അതിനിടെ ഇസ്രായേലിലെ ടെൽ അവീവിൽ നടന്ന വെടിവെപ്പിൽ 8 പേർ കൊല്ലപ്പെട്ടു. വെടിനിർത്തലടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ന്യൂയോർക്കിൽ ഇന്ന് UN രക്ഷാസമിതി അടിയന്തര യോഗം ചേരും. നമിത ബാക്കി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. നമിത. ബനേഷ്, 180-ലധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു ആക്രമണത്തെ ആകാശത്ത് നിന്ന് തന്നെ വളരെ ഫലപ്രദമായി തന്നെ തടയാൻ സാധിച്ചു എന്നാണ് ഇസ്രായേലും അമേരിക്കയും പറഞ്ഞിട്ടുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കൻ സൈന്യം മിസൈലുകളെ ആകാശത്ത് നിന്ന് തന്നെ വെടിവെച്ചിട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. അതുപോലെ തന്നെ ടെൽ അവീവിൽ ഒരു വെടിവെപ്പുണ്ടായിരുന്നു. 8 പേരാണ് കൊല്ലപ്പെട്ടത്. 8 പേരിൽ 2 പേർ ഈ ആക്രമണം നടത്തിയവരാണ്. ബാക്കി 6 പേരാണ് ഇതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് UN രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം ചേരും. ഈ വിഷയത്തിൽ വെടിനിർത്തൽ കരാർ ഉടൻ തന്നെ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു UN ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത്. അതിൽ പ്രകാരമാണ് ഇന്ന് UN രക്ഷാസമിതി അടിയന്തര യോഗം ചേരുന്നത്. ഈ അടിയന്തര യോഗം ചേർന്നതിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തുക. ഈ ആക്രമണം നടക്കുന്നതിനും ഒരു മണിക്കൂർ മുൻപ് തന്നെ ഇന്ത്യൻ എംബസി ഇന്ത്യക്കാർക്ക്, കാരണം ഈ നിരവധി ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്, അവിടെയുള്ള ഇന്ത്യക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു ആക്രമണം വരുന്നുണ്ട്, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം, അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ത്യക്കാരെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്നലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്ക നിറഞ്ഞ ഒരു ദിവസമായിരുന്നു. ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന് പറഞ്ഞ് ഇന്ത്യ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇറാൻ അതുപോലെ തന്നെ ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടാക്കരുത് എന്ന് ആവശ്യപ്പെടാൻ ഇന്ത്യയോട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമെന്ന് തന്നെയാണ് വിദേശകാര്യമന്ത്രി S ജയശങ്കറും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ള യാതൊരുവിധ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളും നിലവിൽ വന്നിട്ടില്ല. ലോകരാഷ്ട്രങ്ങളൊക്കെ ഉറ്റുനോക്കുകയാണ് ഇനി എന്താണ് അവിടെ നടക്കുന്നത് എന്ന്. പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന മുന്നറിയിപ്പുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അത് സംബന്ധിച്ച സൂചനകൾ തന്നെയാണ് നൽകുന്നതും. ഇറാൻ ചെയ്തിട്ടുള്ള പ്രവൃത്തി എത്രത്തോളം വലുതാണെന്ന് അവർക്കറിയില്ല. അതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ്, വലിയ പിഴ തന്നെ അവർക്ക് നൽകേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും നൽകിയിരിക്കുന്നത്. എന്തായാലും UN രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം ചേർന്നതിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള മറ്റു രാജ്യങ്ങളുടെ വിലയിരുത്തലുകളും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ പുറത്തു വരിക. എന്തായാലും പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് മറ്റു രാജ്യങ്ങളും ആവശ്യപ്പെടുന്നത്. ബനീഷ്, നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം, ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം വലിയ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാനിലുള്ളവരെ സംബന്ധിച്ചിട്ടുള്ളത്. ഇറാനിലുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ചിട്ട് അതീവ ജാഗ്രത വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഇറാനിലേക്ക് ആരും യാത്ര ചെയ്യരുത് എന്നുള്ള ജാഗ്രതാ നിർദ്ദേശവും വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ പറഞ്ഞിരിക്കുന്ന കാര്യം, രാത്രി ഇറാൻ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റിന് അതിഭീകരമായ ശിക്ഷ ഞങ്ങൾ നൽകുമെന്നാണ്. ആ അതിഭീകരമായ ശിക്ഷ എന്താണ് എന്ന് ആലോചിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഹൃദയമിടിപ്പോട് കൂടിയാണ് ഇറാൻ ജനത കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, സാധാരണക്കാരായ ഇറാൻ ജനത. എന്തായാലും മധ്യപൂർവ്വദേശത്ത് യുദ്ധഭീതി പടർന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ വർഷിച്ചതോടെ ആശങ്കയിലായിരിക്കുന്നു ലോകരാജ്യങ്ങൾ. ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂസ് മിസൈലുകൾ ഉൾപ്പെടെയാണ് ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത്. പക്ഷേ അതിൽ ഭൂരിപക്ഷവും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞുവെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നുണ്ട്. അതിനെ അമേരിക്ക സമ്മതിക്കുന്നുമുണ്ട്. ഇസ്രായേലിൻ്റെ അയൺ ഡോമും ആരോ സംവിധാനവുമാണ് ഇറാൻ്റെ മിസൈലുകളെ പ്രതിരോധിച്ചത് എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.